നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയ സിദ്ധേഷ് സാർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാറിനെ ഇവർക്കും അറിയാമല്ലേ, നമ്മുടെ സ്വന്തം MLA ആണ്, അതിലുപരി നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറുമാണ് സാർ. സോ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു. പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഒരു പുതിയ ബ്രാൻഡ് കാറിൻ്റെ ലോഞ്ചിങ് നടക്കുന്നത്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം എല്ലാം പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇന്ന് വളരെ വേഗം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടാവുന്ന യാത്രയിൽ സുഖയാത്രയായിരിക്കും. അതുപോലെ തന്നെ വേഗത്തിൽ സഞ്ചരിക്കും. മാത്രമല്ല, പൊല്യൂഷൻ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഈ പുതിയ കാർ ഇലക്ട്രിക് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഇന്നത്തെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഉയർന്ന വില നിലവാരം താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് അതിനെയെല്ലാം അതിജീവിക്കാനും എല്ലാ കാലാവസ്ഥയും പ്രതിരോധിക്കാനും ഏറ്റവും മികച്ച വേഗത്തിൽ സഞ്ചരിക്കാനും നമ്മൾ മുടക്കുന്ന പണത്തിന് കൂടുതൽ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് അടൂരെ സംബന്ധിച്ചിടത്തോളം അവെല്ലാം സന്തോഷത്തിലാണ്. കാരണം എല്ലാ വലിയ സ്ഥാപനങ്ങളും ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന അടൂരാണ്. ഓരോ നിമിഷവും അടൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റയുടെ ഈ ഷോറൂം ഒരു പുതിയ കാർ ലോഞ്ച് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഇന്ന് കൂടുതൽ കൂടുതൽ നമ്മളെ പ്രചോദിപ്പിക്കാൻ, നമ്മളെ ഇഷ്ടപ്പെടുത്താൻ, നമ്മളെ ആഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക്, ആഗ്രഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെല്ലാം മുന്നിൽ ഒരു വീഡിയോ പ്രദർശിപ്പിച്ചത്. ആ കാർ കാണുമ്പോഴും ആ ഡ്രൈവ് ചെയ്യുമ്പോഴും ജമ്പ് ചെയ്തിങ്ങനെ ആകാശത്തോടെ പറന്നു വീഴുമ്പോഴൊക്കെ നമുക്കിങ്ങനെ എന്താണ് പെട്ടെന്ന് ആകാംക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാർ. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ ലോഞ്ചിങ് ഇവിടെ നടക്കുന്ന സന്ദർഭത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിക്കുന്നതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു സർ, താങ്ക് യു. സോ നമ്മുടെ അടൂരുകാരെല്ലാവർക്കും മാഡത്തെ നല്ല എക്സ്പീരിയൻസ്, മാഡത്തിന് നല്ല അവെയർ ആയിരിക്കും അല്ലേ? സോ മാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഇതേപോലെ ഒരു ലോജിക്കിന്റെ ഭാഗമായിട്ട് ലക്ഷൻ ടാറ്റയുടെ ഈ ഒരു രീതിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി. പിന്നെന്താ പറയുക, ഈ ഒരു മനോഹര നിമിഷത്തിൽ എനിക്കിവിടെ ഇതിൽ ഭാഗമാകാൻ സാധിച്ചതിന് വളരെ സന്തോഷം. ശരി, താങ്ക്സ്. താങ്ക് യു മാം. ആക്ച്വലി ആരെങ്കിലും ഒന്ന് പറയാമോ? ആർക്കെങ്കിലുമൊക്കെ ഹാരിയറിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലേ? ശരി, ഞാൻ പറയാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വുമൻസ് മെയ്ഡ് വണ്ടിയാണ്, അതായത് സ്ത്രീകൾ ഉണ്ടാക്കുന്ന വാഹനമാണ് ഹാരിയർ .EV. അതായത് ഇന്ത്യയിലെ ഫസ്റ്റ്, അതായത് നമ്മുടെ ലേഡീസ് ഉണ്ടാക്കുന്ന വാഹനമാണ് ഹാരിയർ .EV. ലേഡീസ് മാത്രമാണ്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണെന്നുള്ള ഡീറ്റെയിൽ നമ്മുടെ അതിന്റെ സ്പെഷ്യൽ എക്സ്പേർട്ടായ സാം സാറോടുണ്ട്. സോ സാം സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സാർ. ഗുഡ് ഈവനിങ് everyone. അപ്പം ഹാരിയർ.EVയുടെ ലോഞ്ചിന് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ പേര് സാം, ഞാനിവിടെ സെയിൽസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഹാരിയർ.EVയുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് 1-2 ഫീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഇനാഗുറേഷൻ നമുക്ക് ആദ്യമേ നടത്തണം. ഇതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാരിയർ.EV ലോഞ്ച് ചെയ്തത് നമ്മൾ ഈ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടപോലെ തന്നെ കേരളത്തിലെ ആനപ്പാറ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അവർ ആദ്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തത്. ശേഷം ഈ ഒരു ഒറ്റ വീഡിയോയുടെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തത് വിത്തിൻ 1 hour 10,000 ബുക്കിംഗ്സ് ആണ് ടാറ്റ മോട്ടോഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. ആ ഒരു മേജർ ഇമ്പാക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്സെപ്റ്റൻസ് ആണ്, അല്ലേ? ബാക്കി ഏതെങ്കിലും ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ഇതുപോലെ ഇത്രയും വലിയൊരു ബുക്കിംഗ് നേടാൻ സാധിച്ചിട്ടുണ്ടോ? പല മാനുഫാക്ചേഴ്സിന്റെയും കസ്റ്റമേഴ്സിന്റെയും ഡിസിഷൻ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഹോൾഡായി. അതും നിങ്ങൾ കാരണം ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയ നേട്ടമാണ്. അതിനൊരു ബിഗ് താങ്ക്സ്. കൂടാതെ മാത്രമല്ല, നമ്മുടെ വെഹിക്കിള് ഏത് ടെറൈനിലും പോകാനും വെഹിക്കിൾ കേപ്പബിൾ ആണ്. നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള ഏത് റോഡിൽ കൂടെ പോയാലും, അല്ല നമ്മുടെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയും നമ്മുടെ ഓൾ ടെറൈൻ ഇന്ന റോഡിലാണെന്നുണ്ടെങ്കിലും വളരെ മികച്ച എക്സ്പീരിയൻസ് തരുന്ന ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ സംസാരിച്ച് വൈകിപ്പിച്ചിട്ടില്ല. നമ്മളുടെ ഈ ഒരു ഇനാഗുറേഷനിലേക്ക് ബാക്കി കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സാം സാർ. സോ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എല്ലാവരെയും ഈ ഒരു ഈവനിങ് ബോറടിപ്പിക്കുന്നില്ല. സോ നമ്മൾ ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ സ്റ്റാർട്ട് ചെയ്യല്ലേ പ്ലീസ്. സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. സോ നമ്മുടെ ഹാരിയർ.EV ലോഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി അതിനായി നമ്മുടെ ചീഫ് ഗസ്റ്റായ ചിന്തേൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ. നമ്മുടെ GM അജോയ് സർ. അജോയ് സർ. Ajay sir, please come to the stage. Start here, sir. So, എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി എല്ലാവരും കാത്തിരുന്ന പ്രിയ വാഹനം Harrier.EV. So, we are going to launch Harrier.EV at Lexan Adoor.
ഫോട്ടോ സെഷനാണ് അടുത്തതായി. സർ